ശരി. ജെ.ആർ. ഞങ്ങളുടെ എം എ ബേബി സഖാവ് പോയതൊന്നും നിങ്ങൾ കണ്ടില്ലേ? CPM-നെ CPM-നെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരു പൊളിറ്റ് ബ്യൂറോയേ ഉള്ളൂ. ആ പൊളിറ്റ് ബ്യൂറോയിലെ മെമ്പറാണ് പിണറായി വിജയൻ. ആ പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ് സീതാറാം യെച്ചൂരി, അത് പ്രകാശ് കാരാട്ട്. ഇവരെല്ലാം ഒരു പാർട്ടിയാണ്. എന്നിട്ട് അവിടെ വേറൊരു പാർട്ടിയാണ്, ഇവിടെ വേറൊരു പാർട്ടിയാണ്. ഇവിടെ CPM BJP-യെ സഹായിക്കുന്നു എന്നുള്ളൊരു നിലപാട് എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം CPM-നെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ പറയുന്നതാണ് ശരി എന്നുള്ളത് രീതിയിൽ ചിന്തിക്കുന്നു. അതിൽ CPM-ലുള്ള ആളുകളുമുണ്ട്, കോൺഗ്രസിലുള്ള ആളുകളുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഘട്ടം ഘട്ടമായി ഓരോ ഘട്ടത്തിലും ഞങ്ങൾ മുന്നോട്ട് വരികയും ഇപ്പൊ തന്നെ ഏകദേശം കേരള രാഷ്ട്രീയത്തിൽ 20% വോട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അത് ഞങ്ങൾക്ക് ആരെങ്കിലും ദാനമായി തരുന്നതല്ല, CPM തരുന്നതോ കോൺഗ്രസ് തരുന്നതോ അല്ല. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ദാനമായി നൽകുന്നത് നിങ്ങളാണ്. ഓരോ സംസ്ഥാനത്തും CPI-യും കോൺഗ്രസുമാണ് പരസ്പരം സഹായിക്കുന്നത്. ആ സഹായം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളിതാ പരസ്പരം മത്സരിക്കുന്നു, അല്ലെങ്കിൽ BJP കോൺഗ്രസ് സഹായിക്കുന്നു, CPM സഹായിക്കുന്നു എന്നുള്ളത് എന്തിനാണ് പറയുന്നത്? നിങ്ങളുടെ മതേതരത്വമൊക്കെ കേരള ജനങ്ങൾക്കറിയാം. നിങ്ങളിത് എത്രയോ കാലമായി ഇന്ത്യയുടെ ജനങ്ങളോട് പറയുന്നു. നിങ്ങൾ പറയുന്ന ആ മതേതരത്വം, നിങ്ങൾ പറയുന്ന ജനാധിപത്യം ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാര്യം അതിനോട് ആ വാക്കിനോട് പോലും നീതി പുലർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, ഒരു സ്ഥലത്തും കഴിയുന്നില്ല. ഇത്രമാത്രം വർഗീയ പ്രീണനം നടത്തുകയും വർഗീയ പ്രചരണങ്ങൾ, കള്ളപ്രചരണങ്ങൾ നടത്തുകയും തുച്ഛമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ല യഥാർത്ഥം ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ നിങ്ങൾ പറയുന്ന കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒക്കെ മതേതരത്വത്തിന്റെ ഈ പുഷ്കലകാലം ആചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും കേരളത്തില് ഭാരതീയ ജനതാ പാർട്ടിക്കും NDA-ക്കും അനുകൂലമായിട്ട് ആളുകൾ ചിന്തിക്കുന്നത് നിങ്ങൾ പറയുന്ന മതേതരത്വവും നിങ്ങൾ പറയുന്ന ജനാധിപത്യവും കപടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ആരെ ഔദാര്യമില്ലാതെ 11ഓളം അസംബ്ലി മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് വരികയും 8ഓളം സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരികയും ചെയ്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന നിലപാടുകൾ ശരിയാണ്. നിങ്ങൾ കേരളത്തിൽ BJP പ്രവർത്തനം നടത്തുന്നത്. അത് രാജഗോപാൽ ആവട്ടെ, അന്ന് ഇന്ത്യ നേടിയ സീറ്റ് ആവട്ടെ, അക്കൗണ്ട് പൂട്ടിയ കേരളത്തിലുണ്ട്.